ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോൾ ഓപ്ഷനെ കുറിച്ചിട്ടാണ്. കോൾ ഓപ്ഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് എ റൈറ്റ് ടു ബൈ, മേടിക്കാനായിട്ടുള്ള അവകാശം. ഒരു നിശ്ചിത ഡേറ്റിൽ, അതായത് ഭാവിയിലൊരു നിശ്ചിത ഡേറ്റിൽ മേടിക്കാനായിട്ടുള്ള അവകാശത്തിനെയാണ് നമ്മൾ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മളിവിടെ കമോഡിറ്റി ആയിട്ട് എടുക്കുന്നത് പെപ്പറാണ്. അതിൻ്റെ സ്പോട്ട് റേറ്റ് വന്നിരിക്കുന്നത് 100 രൂപ, അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസാണ് 100 രൂപ. ഇനി നമുക്കിത് 2 മാസം കഴിഞ്ഞ് T2ൽ മേടിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വില വളരെയധികം കൂടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതിന്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന റേറ്റ് 150 രൂപയാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രൈസ് റിസ്ക് ഉണ്ട്. നമ്മളിപ്പോൾ മേടിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 മാസം കഴിയുമ്പോൾ 150 രൂപ കൊടുത്ത് മേടിക്കേണ്ടതായിട്ട് വരും. ഇനി ഇപ്പോൾ മേടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു 1000 കിലോ, നമ്മളൊരു മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ, എന്തെങ്കിലും പെപ്പർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളൊരു 1000 കിലോ വലിയൊരു ക്വാണ്ടിറ്റിയാണ് മേടിക്കുന്നതെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്ഥലം കണ്ടെത്തണം. അപ്പോൾ നമുക്കൊരു സ്റ്റോറേജ് റിസ്ക് ഉണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ റേറ്റിന് നമ്മളിപ്പോൾ 100 കൊടുത്ത് 1000 കിലോഗ്രാം മേടിച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയും വരും. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെപ്പർ വേണ്ടത് 2 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ നമ്മൾ വെറുതെ മേടിച്ച് വെച്ച് കാശ് ഐഡിലാക്കി വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മൾ കാശ് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ മറ്റൊരു ടൂളാണ്, ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോൾ ഓപ്ഷൻ വർക്ക് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മേടിക്കാൻ പോകുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കോൾ ഓപ്ഷൻ മേടിക്കുകയാണ്. ബൈ ദ കോൾ ഓപ്ഷൻ നൗ, ഇപ്പോഴാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര വിലയ്ക്കാണ് 2 മാസം കഴിയുമ്പോൾ മേടിക്കേണ്ടത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അത് നമ്മുടെ ഇഷ്ടമാണ്. പല എക്സസൈസ് പ്രൈസ് നമുക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് മേടിക്കുന്നതെങ്കിൽ അവർ നമുക്ക് ഇട്ടുതരും. എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് ഏത് വിലയ്ക്കാണ് നമുക്ക് മേടിക്കാനായിട്ടുള്ള അവകാശമാണ്. മേടിച്ചോളണം എന്നില്ല. ഫ്യൂച്ചേഴ്സ് പോലെയല്ല. ഫ്യൂച്ചേഴ്സിൽ അത് നിർബന്ധപൂർവ്വം മേടിച്ചിരിക്കണം. ഓപ്ഷൻസിൽ നമുക്ക് മേടിച്ചോളണം എന്നില്ല. വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്ന വില 110 രൂപയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 110 രൂപയ്ക്ക് മേടിക്കാനായിട്ടുള്ള അവകാശം. അപ്പോൾ ഈ കോൺട്രാക്റ്റിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ലോങ് കോൾ 1 ടൺ പെപ്പർ 31 മാർച്ച് 2025. ലോങ് കോൾ എന്ന് പറഞ്ഞാൽ, ലോങ് ഓപ്ഷൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൻ്റെ ഭാഷയിൽ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട്. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ, എക്സസൈസ് പ്രൈസ് 1 ടൺ പെപ്പർ കമോഡിറ്റി, എക്സ്പയറി ഡേറ്റ്, ഈ കോൺട്രാക്റ്റ് അവസാനിക്കുന്ന ദിവസം, അത് എക്സ്ചേഞ്ച് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും 31 മാർച്ച് 2025, അതിലാണ് അവസാനിക്കുന്നത്. ഇത് നമുക്ക് വെറുതെ കിട്ടില്ല. എന്തും നമുക്കൊന്നും വെറുതെ കിട്ടില്ലല്ലോ. നമുക്ക് ഈ അവകാശം കിട്ടണമെങ്കിൽ വേറൊരാൾ നമുക്ക് തരണം, അല്ലാതെ നമുക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടില്ല. എക്സ്ചേഞ്ചിൻ്റെ മറ്റൊരു സൈഡിൽ, മറ്റൊരു ബ്രോക്കറിൻ്റെ കീഴിൽ ഒരു സെല്ലർ ഉണ്ടാവും, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുണ്ടാവും. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, അയാളുടെ വ്യൂ പോയിൻ്റ് എന്തായിരിക്കുന്നത്. ഇവിടെ നമ്മൾ അയാളിൽ നിന്ന് മേടിക്കുകയാണ്, ആ അവകാശം മേടിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് വലിയ റിസ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണ് അവകാശം മേടിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 രൂപയാണ് ഇവിടെ നമ്മൾ ചാർജ് ചെയ്യുന്നത്. പ്രീമിയം 8 റുപ്പീസ്. അപ്പോൾ ഇത് നമ്മൾ പേ ചെയ്യണം. ഇന്ന് പേ ചെയ്യണം. വേറെ ഒന്നും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1000 കിലോഗ്രാം മേടിക്കുകയാണെങ്കിൽ 1 കിലോഗ്രാമിന് 8 രൂപ കണക്ക് 8000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അവകാശം കിട്ടുകയാണ്. ഇനി നമുക്ക് എന്താണ് ഏറ്റവും അവസാനം സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 31 മാർച്ച് 2025 എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ 31 മാർച്ച് 2025 പല റേറ്റും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് പ്രൈസ് ആവുകയാണെങ്കിൽ, ഈ മാർക്കറ്റ് പ്രൈസ് ആവുകയാണെങ്കിൽ എന്ത് നമ്മുടെ കോൾ ഓപ്ഷന് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 170 രൂപയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 110 രൂപയ്ക്ക് മേടിക്കാനായിട്ടുള്ള അവകാശം നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് 60 രൂപ പ്രോഫിറ്റ് കിട്ടും.
നമ്മൾ കൊടുത്ത പ്രീമിയം 8 രൂപ നമുക്ക് എക്സ്പെൻസ് ആണ്. ആ 8 രൂപ കിഴിച്ച് 52 രൂപ നമുക്ക് ലാഭം കിട്ടും. മനസ്സിലായി? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതൊരു ട്രേഡർ ആണെങ്കിൽ, ഒരു മാനുഫാക്ചറർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഈ പെപ്പർ അയാൾക്ക് എത്ര രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 118 രൂപയ്ക്കാണ് അയാളുടെ ഫുൾ എക്സ്പെൻസ് വരുന്നത്. 110 രൂപയ്ക്ക് മേടിക്കുന്നു, അതോടൊപ്പം തന്നെ 8 രൂപ പ്രീമിയം ആദ്യം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ 118 രൂപയാണ് അയാൾക്ക് എക്സ്പെൻസ് വരുന്നത്. സത്യത്തിൽ 170 രൂപ കൊടുക്കേണ്ടിയെടുത്ത് 118 രൂപയ്ക്ക് അദ്ദേഹത്തിന് ഈ പെപ്പർ മേടിക്കാൻ സാധിക്കുകയാണ്. അപ്പോൾ 52 രൂപയുടെ ലാഭം അവിടെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഇനി ഞാൻ ഓരോ കേസസും ഓരോ സെപ്പറേറ്റ് കേസസും ഇപ്പോൾ 130 ആണെങ്കിൽ ഓരോന്ന് നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എത്രയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭം എന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ 130 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 110 രൂപയ്ക്കാണ് അദ്ദേഹത്തിന് മേടിക്കാൻ ലഭിക്കുന്നത്. 8 രൂപ പ്രീമിയം കൊടുക്കുന്നു. അപ്പോൾ 12 രൂപയുടെ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ, ഇനി ഈ ഓപ്ഷൻസിൻ്റെ പ്രത്യേകത നമുക്കറിയാം, റൈറ്റാണ്, ഒബ്ലിഗേഷൻ അല്ല, നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ 110 ആണെങ്കിൽ നമ്മൾ 110 തന്നെ മേടിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ അവകാശം ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൊടുത്തിട്ടുള്ള പ്രീമിയം നഷ്ടമായി വരും, 8 രൂപ നഷ്ടമായിട്ട് വരും. ഇനി ബാക്കിയുള്ള എല്ലാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 80 രൂപയാണെങ്കിൽ, ഇവിടെ കുട്ടികൾക്ക് പറ്റുന്ന തെറ്റ് 80 രൂപയാണെങ്കിൽ ഇപ്പോൾ മിക്കപ്പോഴും എഴുതി വയ്ക്കുന്നത് 110 - 80 30 രൂപ നഷ്ടം, അതിൽ 38 രൂപ നഷ്ടം എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കും. അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 80 രൂപയ്ക്ക് ആണെങ്കിൽ നമ്മൾ 110 രൂപയ്ക്ക് മേടിക്കാനായിട്ടുള്ള അവകാശം ഒരിക്കലും ഉപയോഗിക്കില്ല. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അയാളിൽ നിന്ന് മേടിക്കില്ല, 110 രൂപയ്ക്ക് മേടിക്കില്ല. നമ്മൾ തൊട്ടപ്പുറത്ത് മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും, 80 രൂപയ്ക്ക് മേടിക്കും. പക്ഷെ അവിടെ ഒരു നഷ്ടമുണ്ട്. 8 രൂപ അദ്ദേഹത്തിന് പ്രീമിയം കൊടുത്ത് നമ്മുടെ നഷ്ടമായിട്ട് വരും. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് 8 രൂപയാണ് നമ്മുടെ മാക്സിമം ലോസ് വരുന്നത്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ് അവിടെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ട്രേഡർ ആണെങ്കിൽ ഒരു അൺലിമിറ്റഡ് പ്രോഫിറ്റിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കോൾ ഓപ്ഷൻ പലരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു ഇൻവെസ്റ്റർ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കും, ട്രേഡർ ആണെങ്കിൽ അത് വേറൊരു രീതിയിൽ ഉപയോഗിക്കും, ഒരു ഫാർമർ ആണെങ്കിൽ അദ്ദേഹത്തിന് വേറെ രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിനെ പല രീതിയിലും പല ഡയമെൻഷൻസിലും ഉപയോഗിക്കുന്ന രീതികളുണ്ട്. നിങ്ങൾക്കൊരു പരിധിവരെ കോൾ ഓപ്ഷൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വരും വീഡിയോകളിൽ ഡെറിവേറ്റീവിൻ്റെ കൂടുതൽ ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക.